ഹലോ റെയിൻബോസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. കാരണം നമ്മളോട് നമ്മുടെ വൈഗ പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്ന്. ചോദിച്ചാൽ ട്രൈ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളയുന്ന ആ നോർമൽ വാട്ടർ ബോട്ടിലാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഈ ഒരു എക്സാക്റ്റ് നൈഫ് വെച്ച് ഇത് മുറിക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെന്താ, കുറച്ച് പശ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത പെയിൻറ്റ് ബ്രഷ് നന്നായി കഴുകാത്തതിൻ്റെ എഫക്റ്റ് നല്ലോണം കാണാം. കാരണം അതിലൊരു പിങ്ക് കളർ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് ഏതെങ്കിലും കളർ പെയിൻറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വന്നത് എന്തെങ്കിലും യൂസ്ഫുള്ളായി ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ബ്രഷ് ഹോൾഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഡെക്കറേഷൻ പരിപാടി കുറയ്ക്കരുതല്ലോ. നമ്മളെ കയ്യിലുള്ള ഈസി മെറ്റീരിയൽ എന്താണ്? ക്ലേ. പിന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിയ മോൾഡും ഉണ്ട്. സോ അത് വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ബ്രഷ് ഹോൾഡർ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. സോ ആദ്യം തന്നെ നമ്മൾ ഈ മൊത്തം ബോട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മീഷോന്ന് വാങ്ങിയ ഫ്ലവർ മോൾഡ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു യെല്ലോ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് ആൻഡ് ബ്ലൂ കളർ നമ്മളടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒരു പർപ്പിൾ കളർ ഉണ്ടാക്കാൻ വിചാരിച്ചു. പക്ഷേ ബ്ലൂ കുറവായതുകൊണ്ട് പിന്നെ കുറച്ച് ചോക്കോ മിക്സ് ചെയ്തിട്ട് ഒരു പർപ്പിൾ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇത് ഈ മോൾഡിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും ഭയങ്കര സാറ്റിസ്ഫൈങ് പരിപാടിയാണ്. ഈ മീഷോൻ്റെ മോൾഡ് ഉണ്ടല്ലോ, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. മറ്റേ മോൾഡ് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ പൂ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഒരേ രീതിയിലുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. എന്നെപ്പോലുള്ള മടിയന്മാർക്ക് ഇത് പൊളിക്കും. കയ്യിലുണ്ടായിരുന്ന വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് നമ്മുടെ ആ ബോട്ടിൽ മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രഷിൻ്റെ പിങ്ക് കളർ ഇതിൽ മിക്സ് ആയിട്ടുണ്ടെന്ന്. സോ ആ ഒരു വൃത്തിയോട് മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ വൈറ്റ് കുറച്ചുകൂടെ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള കളറല്ലേ, അതുകൊണ്ടാണ് വൈറ്റ് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ എല്ലാ ഫേവറേറ്റ് റെയിൻബോസിനും ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് നമ്മുടെ ചാനലിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 53 റെയിൻബോസുള്ള ചാനലായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച്. ഇപ്പം എൻ്റെ ലൈഫിലുള്ള സെറാട്ടോണിൻ ബൂസ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. ബിക്കോസ് യൂട്യൂബ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ ചില വീഡിയോസ് ഇടുമ്പോൾ വിചാരിക്കും ഇത് ക്ലിക്കാവുന്നു, പക്ഷെ അത് ക്ലിക്കാവില്ല. നമ്മൾ തട്ടിക്കൂട്ട് ചെയ്യുന്ന വീഡിയോസ് ക്ലിക്കാവും. അതായത് ഒരുപാട് ടൈമൊക്കെ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒരാളും കാണില്ല എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു പരമാർത്ഥം. ഒരു മാസമേ ആയിട്ടുള്ളൂ, അതിൻ്റെ എക്സ്പീരിയൻസിൽ പറയാം കേട്ടോ. പിന്നെ നമ്മൾ മീഷോ മോളിൽ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതെല്ലാം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പൂവ് മാത്രം മതിയോ? പോരല്ലോ, അതിനൊരു ക്യൂട്ടായിട്ടുള്ള ചെടി കൂടെ വേണ്ടേ? ആദ്യം ഈ ബോട്ടിൽ നമ്മൾ റഫായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ക്ലേയും പിന്നെ കുറച്ച് വൈറ്റ് ക്ലേയും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു ബ്രൗൺ കളറിൽ കൊടുക്കാമെന്ന്, പക്ഷെ പിന്നെ തോന്നി അതിനേക്കാൾ നല്ലത് ഗ്രീൻ ആണ് എന്നുള്ളത്. എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് ഓൾറെഡി ഇതൊരു യെല്ലോ ടോണാണ് വന്നിട്ടുള്ളത്, അതിലേക്ക് ബ്ലൂ മിക്സ് ചെയ്താൽ നമുക്ക് ഗ്രീൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രീൻ ക്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്യണം എന്ന് വിചാരിച്ചത് നമ്മുടെ മീഷോ ക്ലേ വെച്ചിട്ടാണ്. അതായത് ഡ്രൈ ആയി പോയ ആ ഒരു ക്ലേ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തിരുന്നല്ലോ, അത് വെച്ചിട്ട്. പക്ഷെ അത് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ സ്ട്രക്ചറിൽ അത് നിൽക്കുന്നില്ല. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ക്ലേ ആട്ടോ അതിന് യൂസ് ചെയ്യുന്നത്. മേ ബി മീഷോത്തെ ബാക്കിയുള്ള ക്ലേ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു എഫക്റ്റ് കിട്ടും തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പോട്ടിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച ഈ ക്ലേൻ്റെ വള്ളികളുണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള പാറ്റേണിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ക്ഷമയും ആത്മാർത്ഥതയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോട്ടിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ബേസിക്കലി ഞാനൊരു മടിച്ചായതുകൊണ്ടും എനിക്ക് ഇത്രയും പണിയെടുക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാനൊരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ജേർണലിങ് നമ്മുടെ ചാനലിൽ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ആരും കാണുന്നില്ല. മേ ബി ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആരെയും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ബേസ്ഡ് ജേർണലിങ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ വള്ളികൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പൂവുണ്ടല്ലോ, അത് നമുക്കിതിൽ റാൻഡമായിട്ട് ഒട്ടിക്കാം. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാമല്ലോ. ഞാൻ ഈ 2 കളർ ഒരുമിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു ഡിഫറെൻറ്റ് എസ്തെറ്റിക് ഒക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ.
പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായിട്ടുള്ളത് വള്ളിയുണ്ട്, പൂവുണ്ട്, പക്ഷെ അതിന് ഇലയില്ലാന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇല ഉണ്ടാക്കാം. 2 ഷെയ്ഡിലുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 2 ഷെയ്ഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ബ്ലേഡ് ക്ലേ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാവും. ബാക്കി ടൂൾസ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമേ. പിന്നെ നമുക്ക് നമ്മുടെ സീ ആനിമൽ അല്ലെങ്കിൽ സീ ക്രീച്ചർ അല്ലെങ്കിൽ കടൽ ജീവികൾ സീരീസ് കണ്ടിന്യൂ ചെയ്യണ്ടേ? ആ സീരീസിൽ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ നമുക്ക് അപ്കമിങ് ഷോർട്സിൽ അത് ചെയ്യാലോ. പിന്നെ ഇപ്പം ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിലൊരു മിസ്സിങ് ഉണ്ട്. നിങ്ങൾക്ക് വല്ലവർക്കും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ മിസ്സിങ് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു മിസ്സിങ് ആണ്. ജസ്റ്റ് ഒരു ക്ലൂ തന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ വ്യൂ പോയിൻറ്റ് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് ഒരേപോലെയാണെന്ന് അറിയാലോ. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ എല്ലാ കുഞ്ഞു ഇലകളും ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ കാണാനൊരു ഭംഗിയുണ്ട്. കുഴപ്പമില്ല. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മുന്തിരിങ്ങക്കോല ചെയ്യായിരിക്കും ഇതിലും ബെറ്റർന്ന്. കാരണം ഈ ഒരു ലുക്കും മുന്തിരിങ്ങക്കോലയും തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തത് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് 50 റെയിൻബോസിന് ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്.